എല്ലാവർക്കും നമസ്കാരം. മധുരമിഠായി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് ഹരിദാസൻ മാഷിൻ്റെ വീട്ടിലാണ്. പുലാപ്പറ്റ സെൻട്രൽ UP സ്കൂളിൽ സയൻസ് അധ്യാപകനായി ജോലി ചെയ്ത് ഒരുപാട് വർഷക്കാലം കുട്ടികളുടെ ഇഷ്ടതാരമായി മാറിയ ഹരിദാസൻ മാഷിൻ്റെ വീട്ടിലാണ് എത്തി നിൽക്കുന്നത്. ഏറ്റവും സ്നേഹത്തോടെ, ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ ഹരിദാസൻ മാഷിനെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യും. പോയ ബാല്യത്തിന്റെ ഓർമ്മതൻ സൗരഭം മായാതെ നിൽപ്പുണ്ടൻ ആത്മാവിലിന്നും. അമ്മ വാത്സല്യത്തിൻ കണ്ണീരിൻ നനവും അച്ഛന്റെ കരുതലിൻ സ്നേഹനിലാവും എത്രയോ കാലത്തിനിപ്പുറവും വന്നു തൊട്ടു വിളിക്കുന്നുണ്ടാർദ്രമായിന്നും. നമസ്കാരം. വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് ആളെ നല്ലപോലെ പരിചയമുണ്ട്. നമസ്കാരം ബിനോയ്ക്ക്. എൻ്റെ പേര് CS ഹരിദാസൻ. ഹരിദാസൻ മാസ്റ്റർ എന്ന പൊതുവായിട്ട് എല്ലാവരും വിളിക്കുന്ന പേര്. ഞാൻ 1952 എൻ്റെ ജനനം. 57 വിദ്യാർത്ഥിയായിട്ട് പുലാപ്പറ്റ വെസ്റ്റ് LP സ്കൂളിൽ ഫസ്റ്റ് ആയിട്ട് ചേർന്നു. എൻ്റെ അച്ഛൻ ശ്രീ ശങ്കരഗുപ്തൻ ഹെഡ് മാസ്റ്ററും സ്ഥാപക മാനേജരായിട്ടുള്ള സ്കൂളിൽ തന്നെയാണ് ആദ്യത്തെ 4 വർഷം എൻ്റെ വിദ്യാഭ്യാസം നടന്നിരുന്നത്. അക്കാലത്ത് പത്മനാഭ മാസ്റ്റർ, മാധവൻ മാസ്റ്റർ, വാരിയർ മാസ്റ്റർ, മാധവ വാരിയർ, അങ്ങനെ 4 അധ്യാപകരും ആണ് അച്ഛനടക്കം ഉണ്ടായിരുന്നത്. പിന്നീട് അവിടുന്ന് 1962 പുലാപ്പറ്റ സെൻട്രൽ UP സ്കൂളിൽ ചെന്ന് ചേർന്നു. അവിടെ 5-6 ക്ലാസ്സുകൾ പൂർത്തിയാക്കി. പിന്നീട് എന്നോടൊപ്പം സഹപ്രവർത്തകരായിരുന്ന അധ്യാപകരൊക്കെ അവിടെ അക്കാലത്ത് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം കടമ്പഴിപ്പുറം ഹൈസ്കൂളിലായിരുന്നു ഹൈസ്കൂൾ വിദ്യാഭ്യാസം. 8, 9, 10 ക്ലാസ്സുകളിൽ ഞാൻ കടമ്പഴിപ്പുറം ഹൈസ്കൂളിൽ ഇവിടുന്ന് 4 കിലോമീറ്റർ ദൂരം പാടത്ത് കൂടെ നെൽവയലിൽ കൂടെ നടന്നിട്ടാണ് കടമ്പഴിപ്പുറം ഹൈസ്കൂളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോന്നത്. അതിനുശേഷം TTCക്ക് അഡ്മിഷനുള്ള ഏജ് ആവാത്തത് കൊണ്ട് മണ്ണാർക്കാട് MES കല്ലടി കോളേജിൽ ആദ്യ ബാച്ചിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തിട്ട് അവിടെ ചെന്ന് ചേർന്നു. കാലത്ത് അവിടുത്തെ അധ്യാപകരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അധ്യാപകനായിരുന്നു മണ്ണാർക്കാട് ആലനല്ലൂരിൽ താമസം ഉണ്ടായിരുന്ന ശ്രീമാൻ PED നമ്പൂതിരി. ഒരു നല്ല മലയാളാധ്യാപകനും ചെറിയൊരു സാഹിത്യകാരനും പ്രാസംഗികനും സാംസ്കാരിക പ്രവർത്തനമൊക്കെ ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം നിലവിലില്ല. അങ്ങനെ ആദ്യ ബാച്ചിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തിട്ട് മണ്ണാർക്കാട് കോളേജിൽ പഠനം തുടങ്ങി. പ്രീ ഡിഗ്രി, അന്ന് കേരള യൂണിവേഴ്സിറ്റി എന്ന കേരളത്തിൽ നിലവിലുള്ളൂ, കേരള യൂണിവേഴ്സിറ്റിയുടെ പ്രീ ഡിഗ്രി കോഴ്സ് പൂർത്തിയാക്കി. ഇതിന് ശേഷം അടുത്ത വർഷം 1969 ചിറ്റൂർ ഗവൺമെൻറ് ടീച്ചേഴ്സ് ട്രെയിനിങ് സ്കൂളിൽ അധ്യാപക വിദ്യാർത്ഥിയായിട്ട് ചേർന്നു. 2 വർഷം അവിടെ വിദ്യാർത്ഥിയായിട്ട് തുടർന്നു. ആ കാലത്തെ മണ്ണാർക്കാട് കോളേജിലും തുടർന്ന് ചിറ്റൂർ TTIയിലുള്ള 2 വർഷത്തെ വിദ്യാഭ്യാസകാലം എൻ്റെ സ്വഭാവ രൂപവൽക്കരണത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന 2 വർഷങ്ങളാണ്. മണ്ണാർക്കാട് കോളേജിൽ ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. അതുപോലെ ചിറ്റൂർ ട്രെയിനിങ് സ്കൂളിലാവുമ്പോഴും 2 വർഷം ഹോസ്റ്റലിലെ ഏതാനും സുഹൃത്തുക്കളോടൊപ്പം ജാതി മതഭേദമന്യേ എല്ലാ തരത്തിലുള്ള സുഹൃത്തുക്കളും അവരിൽ ചിലർ വളരെ ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളായിരുന്നു. ഇപ്പോൾ കൂടി അവരുമായിട്ട് ബന്ധം പുലർത്തി വരുന്നുണ്ട്. പ്രത്യേകിച്ചും 50ഓളം വർഷങ്ങൾക്ക് മുമ്പ് TTC വിദ്യാർത്ഥികളായിരുന്ന അവരോട് ഉള്ള ചങ്ങാത്തം ഇനി അവസാനിച്ചിട്ടില്ലെന്ന് വേണം പറയാൻ. ദൂരദേശങ്ങളിൽ നിന്നൊക്കെ എപ്പോഴും വിളിക്കാറുണ്ട്. അങ്ങനെ അതും കഴിഞ്ഞ് വന്ന്
ഞാൻ പഠിച്ച ആദ്യം വിദ്യാർത്ഥിയായി ചേർന്ന അച്ഛൻ സ്ഥാപിച്ച വിദ്യാലയത്തിൽ തന്നെ ഏതാനും മാസങ്ങൾ 7-8 മാസം ലീവ് വേക്കൻസിയിൽ ജോലി ചെയ്തു. പിന്നീടാണ് നീണ്ടകാലം സേവനം അനുഷ്ഠിച്ച് റിട്ടയർ ചെയ്ത പുലാപ്പറ്റ സെൻട്രൽ UP സ്കൂളിൽ പോയി ചേർന്നത്. 1972 പുലാപ്പറ്റ സെൻട്രൽ UP സ്കൂളിലെ അധ്യാപകനായി. ഞാൻ അവിടെ ചേരുന്ന സമയത്ത് അധിക പേരും എൻ്റെ അധ്യാപകരായിരുന്നു, സഹപ്രവർത്തകരായിട്ടുണ്ടായിരുന്നത്. ബാലന്തമ്മ മാസ്റ്റർ, ശ്രീധരൻ മാസ്റ്റർ, അതുപോലെ തന്നെ രാമകൃഷ്ണൻ മന്നാടിയാർ, നെയ്ത്ത് മാഷായിട്ടുള്ള കൃഷ്ണൻകുട്ടി ഉത്തൻ, അങ്ങനെ എല്ലാ അധ്യാപകരും, മിക്കവാറും അധ്യാപകർ എന്നോടൊപ്പം ജോലി ചെയ്തിരുന്നവരൊക്കെ തന്നെ എൻ്റെ ആ വിദ്യാലയത്തിലെ അധ്യാപകർ കൂടിയായിരുന്നു. അങ്ങനെ 72 വിദ്യാലയത്തിൽ ചേർന്നു. കാലത്ത് ചെറുപ്പക്കാരായിട്ടുള്ള അധ്യാപകരെ ഞാനും മറ്റൊരാളും കൂടിയാണ് ഉണ്ടായിരുന്നത്, മരിച്ചുപോയ ദേവിദാസ് മാസ്റ്റർ. അപ്പോൾ 1.5 വർഷത്തിന് ശേഷം അദ്ദേഹം മരണപ്പെട്ടു. പിന്നെ ആ വേക്കൻസിയിൽ പിന്നീട് ഹൈസ്കൂളിൽ അധ്യാപകനായിരുന്ന സുധാകരൻ മാസ്റ്റർ, പൊൻപുലാവിൽ സുധാകരൻ മാസ്റ്റർ വന്ന് ചേർന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും ചെറുപ്പക്കാരായിട്ടുണ്ടായിരുന്നു. അതുപോലെ തങ്കമ്മ ടീച്ചർ, കരവർച്ചിയിൽ നിന്ന് വരുന്ന തങ്കമ്മ ടീച്ചർ, ചെറിയ ലക്ഷ്മിക്കുട്ടി ടീച്ചർ, വലിയ ലക്ഷ്മിക്കുട്ടി ടീച്ചർ, മാധവിക്കുട്ടി ടീച്ചർ, അങ്ങനെ ശ്രീധരൻ മാഷ്, അവരൊക്കെ ആയിരുന്നു സഹപ്രവർത്തകരായിട്ടുണ്ടായിരുന്നു. അന്ന് 14 ക്ലാസ് ഡിവിഷൻ, 14 ടീച്ചേഴ്സ്, ഹെഡ് മാസ്റ്റർ അടക്കം. പിന്നെ ഹിന്ദി ഞാൻ ചെന്ന് ചേർന്നതിന് ശേഷമാണ് അവിടെ സംസ്കൃതം ആരംഭിക്കുന്നത്. അങ്ങനെ സംസ്കൃതം ടീച്ചറും പിൽക്കാലത്ത് തുടങ്ങിയ ഉറുദു അധ്യാപകനും ഒരു മുഹമ്മദ് അലി മാസ്റ്റർ ഉണ്ടായിരുന്നു ചെർപ്പശ്ശേരിയിൽ നിന്ന്, അവരായിരുന്നു ആദ്യകാലത്തെ സഹപ്രവർത്തകർ. അപ്പം അന്ന് വിദ്യാർത്ഥികളുടെ എല്ലാ പരിപാടികളിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ തന്നെ സജീവമായിട്ട് പങ്കെടുക്കാൻ താല്പര്യം കൊണ്ട് മാത്രമല്ല, മറ്റൊരാളില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും അത്തരം ഇതിലൊക്കെ സജീവമായിട്ട്, പ്രത്യേകിച്ച് സ്പോർട്സ് ഇതിലൊക്കെ തന്നെ കുട്ടികളെ പരിശീലിപ്പിക്കാനും ഇതിനൊക്കെ ഉള്ള അവസരം വന്നു. പിന്നീട് ഓരോ വർഷവും പുതിയ പുതിയ അധ്യാപകർ വന്നു ചേർന്നുകൊണ്ടേയിരുന്നു. പഴയ അധ്യാപകർ റിട്ടയർ ചെയ്തു പോകുന്നതിനനുസരിച്ച് പുതിയ പുതിയ സഹപ്രവർത്തകർ ഉണ്ടായി വന്നു. അങ്ങനെ 72 മുതൽ 86 ഹെഡ് മാസ്റ്റർ ആവുന്നവരെ സഹാധ്യാപകനായിട്ട് ഞാനവിടെ ബാലന്തമ്മൻ മാസ്റ്ററുടെ, പിൽക്കാലത്ത് മാനേജരായി തീർന്ന ഹെഡ് മാസ്റ്റർ ബാലഗോപാലന്തമ്മൻ മാസ്റ്ററുടെ കീഴിൽ ജോലി ചെയ്തു. ഞാൻ എല്ലാവരോടും, എൻ്റെ സഹപ്രവർത്തകരോടൊക്കെ പറയാറുണ്ട്, ഞാനൊക്കെ ഭാഗ്യം ചെയ്ത ആളാണ്. കാരണം ഇങ്ങനെ ഒരു സ്കൂള് കേരളത്തിൽ വേറെ ഒന്നും ഉണ്ടാവില്ല എന്നും പറയാറുണ്ട്. കാരണം അത്രയും സൽസ്വഭാവിയായിട്ടുള്ള മാനേജറും ഹെഡ് മാസ്റ്ററും, അദ്ദേഹത്തിൻ്റെ അനിയൻ മാനേജർ മാനേക്കർ തമ്പാൻ, സഹോദരൻ ബാലഗോപാലൻ തമ്പാൻ ഹെഡ് മാസ്റ്റർ, ഇവരോടൊപ്പം ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു അതിഭാഗ്യം തന്നെയായിരുന്നു. കാരണം എല്ലാ നാട്ടുകാരും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന 2 അധ്യാപകരാണ് ഇവർ 2 പേരും. അപ്പോൾ അത്തരം നല്ലൊരു വിദ്യാലയത്തിൽ മറ്റ് സ്കൂൾ മാനേജർമാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതൊരു സേവനത്തിനുള്ള സ്ഥാപനം മാത്രമായിട്ട് കണക്കാക്കുന്ന മാനേജർമാരായിരുന്നു ആ വിദ്യാലയത്തിനുണ്ടായിരുന്നത്. അങ്ങനെ അവരോടൊപ്പം ആ മഹത്തായ വിദ്യാലയത്തിൽ ജോലി ചെയ്യാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു അവസരമായിട്ട് ഞാൻ കണക്കാക്കുന്നു.